നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കന്നിയംഗത്തിൽ ദേവികുളം നിയോജക മണ്ഡലത്തിൽ ആകെയുള്ള 12 പഞ്ചായത്തുകളിൽ 7ഇടത്തും ഭൂരിപക്ഷം നേടിയാണ് UDF സ്ഥാനാർത്ഥിയായിരുന്ന എഫ് രാജയുടെ വിജയം. UDFനെ ചേർത്ത് പിടിച്ച എഫ് രാജയ്ക്ക് ഏറ്റവും അധികം കരുത്തു പകർന്നത് അടിമാലി ഗ്രാമപഞ്ചായത്താണ്. ദേവികുളം മണ്ഡലത്തിൽ ഏറ്റവും അധികം വോട്ടർമാരുള്ളതും അടിമാലി പഞ്ചായത്തിലാണ്. 2 പതിറ്റാണ്ടിനിപ്പുറം ഇടത്തുനിന്ന് വലത്തോട്ട് ചാഞ്ഞ ദേവികുളം മണ്ഡലത്തിൽ 12 പഞ്ചായത്തുകളിൽ 7 പഞ്ചായത്തും ഇത്തവണ UDFിനൊപ്പം നിന്നു. ദേവികുളം മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന പഞ്ചായത്തുകളിൽ 7ഇടത്ത് UDFിനാണ് വിജയം. മറയൂർ, മാങ്കുളം, മൂന്നാർ, പള്ളിവാസൽ, വെള്ളത്തൂവൽ, വൈസന്മാലി, അടിമാലി പഞ്ചായത്തുകൾ UDFിനും എഫ് രാജയ്ക്കും തുണയായി. മറയൂർ പഞ്ചായത്ത് 1904 വോട്ടിന്റെയും മൂന്നാർ 156 വോട്ടിന്റെയും മാങ്കുളം 458 വോട്ടിന്റെയും അടിമാലി 3206 വോട്ടിന്റെയും പള്ളിവാസൽ 285 വോട്ടിന്റെയും വെള്ളത്തൂവൽ 2002 വോട്ടിന്റെയും വൈസന്മാലി 662 വോട്ടിന്റെയും ഭൂരിപക്ഷം UDFിന് നൽകി. UDFിനെ ചേർത്ത് പിടിച്ച എഫ് രാജയ്ക്ക് ഏറ്റവും അധികം കരുത്തു പകർന്നത് അടിമാലി ഗ്രാമപഞ്ചായത്താണ്. ദേവികുളം മണ്ഡലത്തിൽ ഏറ്റവും അധികം വോട്ടർമാരുള്ളതും അടിമാലി പഞ്ചായത്തിലാണ്. കാന്തല്ലൂർ, ദേവികുളം, ഇടമലക്കുടി, വട്ടവട, ചിന്നക്കനാൽ പഞ്ചായത്തുകളിൽ അഡ്വക്കേറ്റ് രാജയും LDFും ലീഡ് ചെയ്തു. കാന്തല്ലൂർ 338, ദേവികുളം 1505, ഇടമലക്കുടി 89, വട്ടവട 247, ചിന്നക്കനാൽ 285 എന്നിങ്ങനെയായിരുന്നു ഈ പഞ്ചായത്തുകളിൽ LDFിന് ലീഡ് നില. തോട്ടം മേഖലകളിൽ LDFിന് പ്രതീക്ഷിച്ച ലീഡ് നേടാൻ കഴിയാതെ വന്നതും കാർഷിക മേഖല UDFിന് മെച്ചപ്പെട്ട ലീഡ് നൽകിയതും ഇടത്തോട്ട് ചാഞ്ഞു നിന്നിരുന്ന മണ്ഡലം വലത്തോട്ട് ചായുന്നതിന് കാരണമായി. ദേവികുളം നിയോജക മണ്ഡലത്തിൽ 1,12,265 വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടത്. ഇതിൽ 667 വോട്ടർമാർ നോട്ടയിൽ വിരലമർത്തി. 130 വോട്ടുകൾ അസാധുവായി മാറി. സംസ്ഥാനത്തെ ഏക ഗോത്ര പഞ്ചായത്തായ ഇടമലക്കുടിയിൽ പോൾ ചെയ്തതിന്റെ 42.31% ആളുകൾ LDFിനെ പിന്തുണച്ചപ്പോൾ 31.79% വോട്ടർമാർ UDFിനെ പിന്തുണച്ചു. 24.70% ആളുകൾ ഇടമലക്കുടിയിൽ NDAയും പിന്തുണച്ചു. സിറ്റി വിഷൻ, അടിമാലി.